പത്തരമാറ്റ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദുവും അനിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോ ഒക്കെ അനന്തപുരിയിൽ എല്ലാവരും കാണുകയാണ്. അനന്തപുരിയിൽ ഒരു കലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ അനാമിക്ക് ഇത് വേണുവാണ് എടുത്ത് അയച്ചു കൊടുക്കുന്നതൊക്കെ. ജാനകിയാണെങ്കിലും അനാമികയുടെ ഒപ്പം തന്നെ നിൽക്കുകയാണ്. അനിയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നൊക്കെയുണ്ട്. അനിയാണെങ്കിലും എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ആ ഒരു വിഷമത്തിൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയായിപ്പോയി, എനിക്ക് ജീവിതം മടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വഴികളൊക്കെ തിരഞ്ഞെടുക്കുന്നതെന്നുള്ള രീതിയിൽ അനിയാണെങ്കിലും വളരെ സങ്കടത്തോടെ തന്നെ പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ അനാമിക്കാണെങ്കിലും അനിയോട് ഭയങ്കരമായിട്ട് ദേഷ്യമാവുന്നുണ്ട്. അനി എങ്ങനെയെങ്കിലും ഇല്ലാതായിരുന്നെങ്കിൽ ആ പോയ പോക്ക് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ചത്തൊടുങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അനി ഇല്ലാതായിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ റൂട്ട് ക്ലിയർ ആകും, പിന്നെ എൻ്റെ കാമുകൻ്റെ കൂടെ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം, അനന്തപുരി ഇറങ്ങേണ്ടിയും വരത്തില്ല, എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ വേണും രേവതിയൊക്കെ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം അനിയെ എങ്ങനെയെങ്കിലും തട്ടണം എന്നുള്ളൊരു ചിന്തയിലോട്ട് വരികയാണ് അനാമിക. അങ്ങനെ ആനി മുകളിലോട്ട് കയറിപ്പോയതിനു ശേഷം ഉടനെ തന്നെ ജാനകിയാണെങ്കിലും ഉറഞ്ഞുനുള്ളി പറയുന്നുണ്ട് അജയനോട്, അതെ നിങ്ങൾ എല്ലാ കാര്യത്തിലും അനിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നില്ലേ, എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ അവൻ എന്താ കാണിക്കുന്നതെന്നുള്ള കാര്യം. വെറുതെ ഓരോ ഇല്ലാ കഥകൾ ഉണ്ടാക്കി എൻ്റെ മരുമോളെ എല്ലാവരും കുറ്റപ്പെടുത്തിയില്ലേ, ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, എന്താ അതിനിപ്പോൾ ഉണ്ടായത്, അനാമിക അവന് സ്വൈര്യം കൊടുക്കാറില്ല, അവന് നേരത്തെ മുതലേ നന്ദുവിനെ ആയിരുന്നല്ലോ ഇഷ്ടം, പക്ഷേ നിങ്ങൾക്കാർക്കും നന്ദു ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഇഷ്ടം എല്ലാവരും വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇപ്പം അനാമികയുടെ വീട്ടുകാരുടെയും ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവൻ പിന്നെയും നന്ദുവിൻ്റെ ഭാഗത്തേക്ക് സ്വാഭാവികമായിട്ടും ചാഞ്ഞത് തന്നെയാണ്. അവനെ ഇപ്പം മനസ്സ് മടുത്താണ് നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവനെ ഒരുപാട് കുറ്റപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിലേ അവൻ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടും, എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ളൊരു പേടിയിലാണ് ഞാനിപ്പം. അതുകൊണ്ട് നന്ദുവിനെ ആരും ഈ ഒരു പ്രശ്നത്തിലോട്ട് വലിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇവനെ കാണാനില്ല എന്ന് അറിഞ്ഞ നിമിഷം മുതൽ തന്നെ നന്ദു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദു അല്ലേ അവനെ ഇപ്പോൾ കണ്ടുപിടിച്ചത് തന്നെ. അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ കണ്ടപ്പോൾ പെട്ടെന്ന് അവനൊന്ന് കെട്ടിപ്പിടിച്ചു. അത്രയല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇതിന് ഇത്രയും പുകയിലൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ജാനകി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവൻ ഇങ്ങനെയൊക്കെ ആയി തീരാൻ പ്രധാന കാരണം നിന്റെ മരുമോള് അനാമിക തന്നെയാണെന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി ഉടനെ അജയനോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് മനി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. അവനും അവളും കൂടെ എന്ത് നിറകേട് കാണിച്ചാലും എല്ലാത്തിനും എൻ്റെ മരുമോളെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്തിനാ? എൻ്റെ മരുമോള് അവളൊരു പാവം ആയതുകൊണ്ടല്ലേ ഇതെല്ലാം ക്ഷമിച്ചും സഹിച്ചും ഇവിടെയൊക്കെ നിൽക്കുന്നത്. അവളുടെ അച്ഛനും അമ്മയൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തുമാത്രം വിഷമിക്കും, അവർക്കത് താങ്ങാൻ പറ്റുമോ, നിങ്ങൾ അതൊക്കെ എന്താ ആലോചിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് അജയനാണെങ്കിലും പറയുന്നുണ്ട്, അങ്ങനെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവരെന്തെങ്കിലും തീരുമാനം എടുക്കട്ടെ. ജാനകി, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, നീ പറയുന്ന നിൻ്റെ ഈ മരുമോളുണ്ടല്ലോ അവൾ അത്ര നല്ല സ്വഭാവക്കാരിയൊന്നുമല്ല. അങ്ങനെയുള്ളപ്പം നീ കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ മോൻ്റെ ജീവിതമാണെന്ന് നീ ഓർക്കണം. അവനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിട്ട് പിന്നെ കണ്ണീരൊക്കെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവൻ പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ജാനകി. അവൻ്റെ സാഹചര്യവും അവൻ്റെ മനസ്സും കൂടി മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അവനിപ്പോൾ മനസ്സ് തകർന്നാ കയറി പോയത് തന്നെ. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, പിന്നെ അവൻ്റെ മനസ്സ് തകർന്നു. ആ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ അവൻ്റെ മനസ്സിലെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? പക്ഷെ ഞാൻ അതിന് ഒരിക്കലും സമ്മതിക്കില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ആ ഒരു ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് ജാനകി പറയുന്നുണ്ട്. അനാമിക മോൾ മാത്രമാണ് എൻ്റെ മരുമകൾ. അവളെ മാത്രമേ മരുമകളുടെ സ്ഥാനത്ത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ. ആ സ്ഥാനത്ത് മറ്റൊരുത്തിയെ കാണാൻ പോലും എനിക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ തീർത്ത് പറയുന്നുണ്ട് ജാനകി. അജയൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഉടനെ തന്നെ അനാമികയും പറയുന്നുണ്ട്, ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനിവിടെ എങ്ങനെ ജീവിക്കും? എല്ലാം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുന്നതിന് ഒരു പരിധിയുണ്ട്. ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഞാൻ ഇവിടുന്ന് പടിയിറങ്ങും. എനിക്കിതൊന്നും കണ്ടുകൊണ്ട് അങ്ങനെ പിടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അനാമികയാണെങ്കിലും റൂമിലോട്ട് കയറി ചെല്ലുകയാണ്. അനിയാണെങ്കിലും റൂമിൽ ആകെ വിഷമിച്ചിങ്ങനെ താടിക്കൊക്കെ കൈ കൊടുത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, അവിടെ ഒരു പുകില് തന്നെ നടക്കുന്നുണ്ട്. അനാമിക ചോദിക്കുന്നുണ്ട് അനിയോട്, നീ പുറപ്പെട്ടു പോയതല്ലേ, പിന്നെ അവൾ വിളിച്ചപ്പോൾ നീ എന്തിനാ തിരിച്ചു വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കാമുകിയെ സന്തോഷിപ്പിക്കാൻ അല്ലേടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അനി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരുന്നോ, എൻ്റെ സമനില മൊത്തം തെറ്റി നിൽക്കുകയാണ്. ഞാനേ ഇപ്പം അനുഭവിക്കുന്ന ടെൻഷനുണ്ടല്ലോ അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാനിപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനുഷ്യൻ്റെ മനസ്സിലെ വേദനകൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനൊരു ജീവിതം, എൻ്റെ ജീവിതം പോലും എനിക്കിപ്പം മടുത്തിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യാതെയാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയത് തന്നെ.
കുറച്ച് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ ആൽത്തറയിൽ പോയി കിടന്നത്. നീയുള്ള ഈ വീട്ടിലോട്ട് കയറി വരുമ്പോഴേക്കും എനിക്ക് ഉള്ള സമാധാനം കൂടി ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആര് ഫോൺ വിളിച്ചിട്ടും എടുക്കാതെ അവിടെ സമാധാനമായിട്ട് കിടന്നത് തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ആ നന്ദു അങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഉടനെ അനാമിക പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നിനക്ക് മനസ്സമാധാനമാണ് വേണ്ടതുണ്ടെങ്കിൽ പിന്നെ ആ ആൽച്ചോട്ടിൽ തന്നെ കിടന്നാൽ മതിയായിരുന്നല്ലോ. ജീവിതം അടുത്തെങ്കിൽ പോയി ആത്മഹത്യ ചെയ്താൽ പോരായിരുന്നോ? പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ പറ്റിയില്ല, അതുകൊണ്ട് പ്രേമനൈരാശ്യത്തിൽ നടക്കുന്ന ആള് ജീവൻ ഒടുക്കിയാൽ പോരായിരുന്നോ? ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ അനാമിക ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്. അനി പറയുന്നുണ്ട്, നിന്റെ ആഗ്രഹം അതാന്നുള്ളത് എനിക്കറിയാവടി. അധികം താമസിക്കാതെ നീ എന്നെ കൊല്ലൊന്നും എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സ് തകർന്നിരിക്കുക ഇപ്പം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സ് നിറച്ച അവൾ മാത്രമാണ്. അവളില്ലാത്തൊരു ജീവിതത്തെപ്പറ്റി എനിക്ക് ആലോചിക്കാനേ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. എന്നിട്ട് അനാമികയോട് പറയുകയാണ്, എന്നെ ഒന്ന് വെറുതെ വിടാവോ? എനിക്ക് കുറച്ച് മനസ്സമാധാനം തരാവോ? എങ്ങനെയെങ്കിലും ഈ ബന്ധം ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും അനാമിക പറയുകയാണ്, ഓ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ? ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിനക്ക് കാമുകിയോടൊപ്പം ജീവിക്കാനാണ് ഇഷ്ടമെന്ന് എൻ്റെ മുഖത്ത് നോക്കി നീ പറയുകയാണല്ലേ? നിനക്ക് ശകലമെങ്കിലും ഉളുപ്പുണ്ടോടാ എന്നൊക്കെ ഇങ്ങനെ അനാമിക ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, എനിക്ക് ഉളുപ്പൊന്നുമില്ല. നീ ഒത്ത് ജീവിതം തുടങ്ങിയപ്പം ഇങ്ങനെയൊന്നും ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറേയൊക്കെ മാറ്റം ഉണ്ടാകുമെന്നും നിന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ കരുതിയതാ. നന്ദുവിനെ മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിന്റെ സ്വഭാവം കാരണം, നീ എന്നെ ഉപദ്രവിക്കുന്നത് കാരണം ഒരു ദിവസമെങ്കിലും നീ എനിക്ക് മനസ്സമാധാനം തന്നിട്ടുണ്ടോ? നിന്റെ ലക്ഷ്യം മുഴുവൻ ഈ കുടുംബത്തിലെ സ്വത്തും പണവും മാത്രമല്ലേ? ആ ഒരു ലക്ഷ്യത്തോടെയല്ലേ നീ ഇങ്ങോട്ടേക്ക് കയറിക്കൂടിയത്? അല്ലാതെ എന്നെയും എൻ്റെ ഈ വീട്ടിലുള്ളവരെയും സ്നേഹിക്കാനൊന്നും അല്ലല്ലോ. ഈ കുടുംബത്തിൽ നല്ലൊരു മരുമോളായിട്ട് ജീവിക്കാനൊന്നും അല്ലല്ലോ. അനന്തപുരിയിലെ സ്വത്ത് മാത്രം മോഹിച്ചാണ് നീ ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ളത് നീ തന്നെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേടി? നീ പല ആൺകുട്ടികളുമായിട്ട് കറങ്ങി ചുറ്റി നടക്കുന്നുമില്ലേ? നിനക്ക് കാമുകന്മാരുമുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ട കാര്യങ്ങളാണ്. നീയുമായിട്ട് ഒട്ടും ഒത്തുപോകാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നന്ദുവുമായിട്ട് പിന്നെയും കൂടുതൽ അടുത്തത്. നന്ദുവിൻ്റെ സ്നേഹം ഞാൻ കൊതിച്ചത്, അവളുമായിട്ട് ഞാൻ ഒരു ജീവിതം ആഗ്രഹിക്കുന്നതും. നീയുമായിട്ട് എനിക്ക് ഒട്ടും ഒത്തുപോകാൻ പറ്റില്ല. ദയവ് ചെയ്ത് നീ എനിക്ക് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരണം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, പിന്നെ നീ പറയുമ്പോഴേ ഞാൻ നിനക്ക് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാൻ പോവല്ലേ? നീ എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് നീങ്ങിക്കോ. അതിനുശേഷം ആലോചിക്കാം എന്ത് ചെയ്യണം വേണ്ടാന്നൊക്കെ ഉള്ളത്. എനിക്ക് നീയുമായിട്ടുള്ളൊരു ബന്ധം വേർപിരിയണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. എന്നെ ഒഴിവാക്കി വിട്ടിട്ട് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കയറ്റാനല്ലേ നിന്റെ ഉദ്ദേശം? അതെന്തായാലും ഞാൻ സമ്മതിക്കത്തുമില്ല. അനി പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ലായിരിക്കും. എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും കുട്ടിച്ചോറാക്കണമെന്നല്ലേ നീ ആഗ്രഹിക്കുള്ളൂ. എന്നെ വിഷമിപ്പിക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കൊരു മോചനം വേണം. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനി. അനാമികയാണെങ്കിലും പറയുകയാണ്, നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലടാ. നീയുമൊത്തുള്ള ഒരു ജീവിതം മോഹിച്ചിട്ടൊന്നുമല്ല. എന്നെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് ആ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ വേണ്ടിയിട്ടല്ലേ? അവളും ഒത്ത് നീ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? അവളും ഒത്ത് നീ എങ്ങനെ സുഖിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതേ എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ എന്തായാലും സമ്മതിക്കുമെന്ന് നീ ഓർക്കണ്ടെന്ന് പറയുകയാണ്. പിന്നെ നീ മനസ്സുമെടുത്ത് വല്ല ആത്മഹത്യ ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ആഗ്രഹിക്കുന്ന പോലെ നീയും അവളും കൂടെ ചേർന്നുള്ള സന്തോഷമായിട്ടുള്ള ആ ഒരു ജീവിതം ഉണ്ടല്ലോ, ആ ഒരു ജീവിതം, ആ ഒരു കാഴ്ച കാണാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അപ്പോൾ നിന്റെ ആഗ്രഹം ഞാൻ മരിക്കണമെന്ന് തന്നെയല്ലേ? ഇങ്ങനെ ഒരു ജീവിതത്തിൽ തുടരാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല അനാമികയെ. ഞാൻ ഒരിക്കലും നിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിച്ച് പോകത്തുമില്ല. എന്തായാലും എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി എത്ര നാൾ നീ ഇവിടെ നിന്നെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ നിനക്ക് സ്ഥാനമില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിന്റെ ഒപ്പമുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട. നിന്റെ കൂടെയുള്ള ജീവിതത്തെക്കാളും എത്രയോ നല്ലതാണ് ഞാൻ മരിക്കുന്നത്. അനാമിക പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തോടാ, അങ്ങനെ ചെയ്തൊന്നും പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല. നീ ഇപ്പം ചത്താലും എനിക്കൊരു പ്രശ്നവുമില്ല. നീ മരിച്ചിട്ടുണ്ടെങ്കിൽ വിധവാ സ്ഥാനം എന്നുള്ളൊരു പട്ടം എനിക്ക് കിട്ടും. അതിലുപരിയേ നിനക്ക് കിട്ടാനുള്ള ഓഹരിയൊക്കെ എനിക്ക് കിട്ടും. എനിക്കത് മാത്രം മതി. പിന്നെ ഞാൻ ചെറുപ്പമല്ലേ, മുത്തശ്ശൻ ഒരിക്കലും എന്നോട് പറയില്ല വേറെ വിവാഹം കഴിക്കേണ്ടെന്നൊന്നും. എല്ലാം കഴിയുമ്പോൾ മുത്തശ്ശൻ തന്നെ പറയും, അനാമിക മോളെ നീ ചെറുപ്പമല്ലേ, നീ വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളാൻ. പിന്നെ എനിക്കെന്താടാ പ്രശ്നമുള്ളത്? എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പം എൻ്റെ മുമ്പിലുള്ള തടസ്സം നീ മാത്രമാണ്. നീ സ്വയം അങ്ങനെ തന്നെ തീരുമാനിക്കുന്നത് നല്ലത്. അല്ലാതെ ഞാൻ നിനക്ക് ഡിവോഴ്സ് ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് അനാമിക. അവളുമായിട്ട് ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ലടാന്ന് പറയുകയാണ്. എനിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അനി ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് ദൈവമേ ഇത്. ഇവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നതിൽ നല്ലത് ഞാൻ വല്ല കടുങ്കയും ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഈ ജന്മം ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണുമായിട്ട് എനിക്ക് ഒന്നിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോട് ഇരിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആർക്കും ഒരു ശല്യമാകാതെ ഞാൻ അങ്ങ് തീരുന്നത് തന്നെയല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ അനി ആ സമയത്ത് ഓർക്കുകയാണ് കേട്ടോ. അനാമികയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്,
നിന്റെ മനസ്സിലിരിപ്പൊക്കെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ മോനെ. നിന്റെ കാര്യങ്ങളൊന്നും നിന്നെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള നിന്റെ ആഗ്രഹം ഉണ്ടല്ലോ, അതെന്തായാലും ഞാൻ നടക്കാൻ സമ്മതിക്കില്ലടാ. എന്തായാലും എൻ്റെ സ്ഥാനത്തേക്ക് അവളെ കൊണ്ടുവന്നിട്ടേ അവളുമൊത്ത് സുഖിച്ച് ജീവിക്കാമെന്ന് നീ കരുതണ്ട. അങ്ങനെ ഒരു ജീവിതം നിനക്കിനി ഉണ്ടാകത്തുമില്ലടാ. അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നെന്ന് പറഞ്ഞാലും ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ നിനക്ക് ഒപ്പിട്ട് തരത്തില്ല. എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നീ ആത്മഹത്യ ചെയ്തോ, എനിക്ക് അതിലൊരു പ്രശ്നവുമില്ല. ഇപ്പം നീ ആത്മഹത്യ ചെയ്യുന്ന തന്നെയാണ് എനിക്ക് നല്ലത്. എൻ്റെ റൂട്ടൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിക്കുമല്ലോ. പിന്നെ ആരുടെയും ഒരു ശല്യവും എനിക്കുണ്ടാവില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ കാമുകനുമൊത്ത് എനിക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം. അവൻ്റെ മനസ്സിലെ ഒരാഗ്രഹം കണ്ടില്ലേ, ആ കരാട്ടക്കാരിയുമായിട്ട് ഒത്തൊരുമിച്ച് ജീവിക്കണം പോലും. ജീവിക്കാൻ ഞാൻ സമ്മതിക്കാടാ നിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ്. സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമത്തിൽ ഇവൻ മനസ്സ് മടുത്ത് സ്വയം നീറി നീറി ചാകണം. അല്ലെങ്കിൽ ഇവൻ ആത്മഹത്യ ചെയ്യട്ടെ. ആർക്കിവിടെ എന്താ നഷ്ടമുള്ളത്? അതും ചെയ്യാൻ അവൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഒരു കൊട്ടേഷൻ കൊടുത്ത് ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനും എനിക്കറിയാം. എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടേ ഇവനെ കൊല്ലാനും ഞാൻ മടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനാമികയുടെ മനസ്സിലാണെങ്കിലും എങ്ങനെയെങ്കിലും മാനിയെ തീർത്ത് കളയണം എന്നൊരു ചിന്ത വരികയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം ആദർശം നയനയും കൂടെ പറയുന്നുണ്ട്, എന്തൊരു കഷ്ടമാണ് നയന ഇത്. ആ നന്ദുവും അനിയും തമ്മിലുള്ള ആ വീഡിയോ അനന്തപുരിയിലെ എല്ലാവരും കണ്ടു. ആരായിരിക്കും ഈ ചതി അവനോട് ചെയ്തത്? ഈ വീഡിയോ എടുത്ത് അനാമിക്ക് അയച്ചു കൊടുത്തത് ആരായിരിക്കും? അവൾ ഇതിൻ്റെ ഇടയ്ക്ക് അനിയെ ഫോളോ ചെയ്യാനായിട്ട് ആളുകളെ അയച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അത് പിന്നെ വേറെ ആരാകാനാ നയനെ, അവളുടെ അച്ഛൻ അയാൾ തന്നെ ആയിരിക്കും. അനിയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴേ നന്ദുവിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും ഇവള്. കാരണം നന്ദുവിനെ ആയിരുന്നല്ലോ അവർക്കെല്ലാവർക്കും സംശയം. നന്ദുവിൻ്റെ കൂടെ അവൻ കാണുമെന്ന് തന്നെ അവർ കരുതിയിരുന്നത്. അങ്ങനെ അയാൾ നന്ദുവിനെ ഫോളോ ചെയ്ത് പോയപ്പോഴായിരിക്കുമല്ലോ ഇതൊക്കെ കണ്ടതും. എന്നിട്ടിപ്പോൾ എന്തായി? അനിയെ കണ്ടുപിടിച്ച സമയത്ത് ഇതൊക്കെ കാണുകയും ചെയ്തു. അതൊക്കെ വീഡിയോ എടുത്ത് കാണിക്കേണ്ടവരെ മുഴുവൻ കാണിക്കുകയും ചെയ്തു. നയന പറയുന്നുണ്ട്, എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. അനിയോടും നന്ദുവിനോടും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ കാര്യങ്ങളൊക്കെ ഏതവസ്ഥ വരെ എത്തിയെന്നുള്ളത്. രണ്ടുപേരോടും പറഞ്ഞിട്ടും അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല. ആദർശ് പറയുന്നുണ്ട്, അതാ സ്നേഹം. എനിക്ക് നന്ദു ഇല്ലാതെ പറ്റില്ലെന്നുള്ളൊരവസ്ഥയായി ഇപ്പം. നന്ദു അവനോട് അകൽച്ചയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിലും അനിയോട്ടുള്ള സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ അത്രയും സമയം അവനെ കാണാതിരുന്നിട്ട് അവൾ അന്വേഷിച്ച് ചെന്നിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചതും. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല നയനെ. നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആദർശേട്ടാ? എനിക്ക് ഇതൊക്കെ ഓർത്തിട്ട് ആകെ പേടിയാകുന്നു. നന്ദുവിനോടും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കണം. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അനിയും നന്ദുവും ഒന്നിക്കാൻ പാടില്ല. കാരണം അനന്തപുരിയിൽ ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ എന്തായി തീരുമെന്ന് പോലും പറയാൻ പറ്റില്ല. അമ്മയെ എന്തായാലും ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കനകയെ വിളിക്കുകയാണ്. അങ്ങനെ കനക ഫോൺ എടുക്കുമ്പോഴേക്കും നയനയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എന്തോ പന്തികേട് തോന്നിയിട്ട് കനകയാണെങ്കിലും നയനോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്ത് പറ്റി, നിന്റെ സംസാരത്തിൽ എന്താ ഒരു ഇടർച്ച എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നയന പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അമ്മയെ ഞാൻ വിളിച്ചത്. നന്ദു അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും, നന്ദു ഇവിടെ ഉണ്ട് മോളെ, അവൾ കുറച്ച് മുമ്പാണ് വന്ന് കയറിയത്. അനിയെ കണ്ടു കിട്ടിയെന്നും അവൻ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ആൾത്തറയിൽ കിടക്കുമായിരുന്നെന്നും പറഞ്ഞു. അവനെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്ന് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. എന്താ മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അനി അങ്ങോട്ടേക്ക് വന്നപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, പ്രശ്നങ്ങളേ ഉള്ളൂ അമ്മേ. എന്ത് പറയാനാ, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അമ്മേ. നന്ദുവിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അനിയുമായി ഒരു ബന്ധവും പാടില്ല എന്ന്, അവനെ വെറുതെ വിട്ടേക്കാൻ. അവളും അത് മനസ്സിലാക്കുന്നില്ല. രണ്ടുപേരോടും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. രണ്ടുപേർക്കും നമ്മൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പം ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു പോലും എനിക്കറിയില്ല അമ്മേ. കനകം ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്ത് പ്രശ്നമെന്ന് നീ പറ. അത് പിന്നെ അമ്മേ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ പ്രശ്നങ്ങൾ പിന്നെയും സീരിയസ് ആയി. അനി ആ ക്ഷേത്രത്തിനടുത്തുള്ള ആൽത്തറയിൽ കിടന്നുറങ്ങുകയായിരുന്നു. നന്ദുവിന് അവൻ ആ ആൽത്തറയിലുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണല്ലോ അവൻ അങ്ങോട്ടേക്ക് പോയത്. ആ സമയത്ത് ഞങ്ങളെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. അനിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ച്, എന്തായാലും നീ കാണിക്കുന്നേ, വീട്ടിലെല്ലാവരും നിന്നെയും കാത്ത് വിഷമിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ വഴക്കൊക്കെ പറഞ്ഞു. ആ ഒരു സമയത്ത് അനിയാണെങ്കിലും നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയാണ് അമ്മ ഉണ്ടായത്. നന്ദു അനിയും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോയും ഒക്കെ കൂടെ വേറെ ആരോ അതൊക്കെ ഫോണിലെടുത്ത് അനാമയ്ക്ക് അയച്ചു കൊടുത്തു അമ്മേ. അവർ തമ്മിൽ ഇങ്ങനെ ഒരു അവിഹിത ബന്ധമാണെന്നും നന്ദുവിൻ്റെ കൂടെയായിരുന്നു ഇത്ര നേരം അനിയെന്നും എന്നൊക്കെയുള്ള രീതിയിൽ ഇവിടെ ഓരോരുത്തർ പറയുന്നുണ്ട്. സത്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാത്തൊരവസ്ഥയായി അമ്മേ. അനന്തപുരിയിൽ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയാത്തത്. ബാക്കി എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞു. അവൾക്ക് അനിയെ താറടിക്കാൻ കിട്ടിയ ഒരു അവസരമല്ലേ, അതുകൊണ്ട് അവൾ അത് നന്നായിട്ട് മുതലാക്കുകയും ചെയ്തു. എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇളയമയും അനാമിയും കൂടെ ഈ വീഡിയോ എല്ലാവരെയും ഒരു ഉളുപ്പുമില്ലാതെ കാണിക്കുകയും ചെയ്തു.
ഇതിൻ്റെ പേരിൽ ഇളയമ്മ അനിയെ തല്ലുകയും ചെയ്തു. ഒരുപാട് മോശമായ രീതിയിൽ നന്ദുവിനെ കുറിച്ചിട്ട് പറഞ്ഞമ്മേ, ഒരുപാട് കുറ്റപ്പെടുത്തി. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മളെല്ലാവരെയും കൂട്ടത്തോടെ ആക്ഷേപിക്കുമായിരുന്നു അവർ. നന്ദു അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയെന്നാണ് അവർ പറയുന്നത്. ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അമ്മേ? ഞാൻ ആകെ നാണം കെട്ടുപോയി. എനിക്ക് അവരോട് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി പോയി. കനയ്ക്കാണെങ്കിലും ഇത് കേൾക്കുമ്പോഴേക്കും ഷോക്കാവുന്നുണ്ട്. കനക ചോദിക്കുന്നുണ്ട്, അയ്യോ മോളെ, എന്താ മോളെ ഈ കേൾക്കുന്നത്? ഇതൊക്കെ വീഡിയോ എടുത്ത് ആരാ മോളെ അയച്ചു കൊടുത്തത്? നന്ദൂട്ടൻ ഇത് എന്ത് വിചാരിച്ചാ മോളെ? ഞാൻ ഇനി അവളെ പറയാനായിട്ടൊന്നുമില്ല. കഴിഞ്ഞ ദിവസം അനിയുടെ ഫോട്ടോ കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ അവളെ തല്ലുക വരെ ചെയ്തതാണ്. ആ ഒരു ദേഷ്യത്തിനാണ് അനിയോട് അവൾ അങ്ങനെയൊക്കെ പെരുമാറിയതും. എന്നിട്ട് ഇപ്പോഴും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ മോളെ. ഇവരിത് എന്ത് ഭാവിച്ചാ മോളെ? എനിക്കാകെ പേടിയാവുക മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു സമാധാനവും ഇല്ലല്ലോ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഞാൻ എന്തായാലും ഈ കാര്യം അവളോടൊന്ന് ചോദിക്കട്ടെ മോളെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മ അവളോട് ദേഷ്യപ്പെട്ട് ഒന്നും പറയാൻ പോകണ്ട. കാരണം നന്ദു പരമാവധി അനിയെ വിലക്കുന്നുണ്ട്. നമ്മളൊക്കെ ഫോഴ്സ് ചെയ്ത് പറയുന്നുണ്ടല്ലേ അവൾ അനിയോട് അങ്ങനത്തെ രീതിയിലൊക്കെ മോശമായിട്ട് സംസാരിക്കാൻ പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു സങ്കടത്തിലാണല്ലോ അവൻ ഇങ്ങനെ മാറി നിന്നതും. പക്ഷേ ഇപ്പോഴും അനിയുടെ ഭാഗത്ത് തന്നെയാണ് അമ്മേ തെറ്റ്. അനിയാണ് നന്ദുവിനെ ചേർത്ത് പിടിച്ചത്. ഇതിലിപ്പം ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അമ്മേ. അനിയുടെ മനസ്സും ആകെ തകർന്നിരിക്കുകയാണ്. ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നേ. എന്ത് ചെയ്യാനാ? അനാമികയും ഇളയമ്മയൊക്കെ കൂടെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. അനാമിക അല്ലെങ്കിൽ തന്നെ നന്ദുവിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ ഇളക്കി മറിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വീഡിയോയും കൂടെ കണ്ടു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും എല്ലാം കൈവിട്ട് പോയി. അമ്മ അവളെ ദേഷ്യം പിടിപ്പിക്കുകയൊന്നും വേണ്ട. അമ്മ അവളോട് അധികം ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് മിക്കവാറും അനിയുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് തന്നെയായിരിക്കും എന്നുള്ള രീതിയിൽ അതിനെ പറയുന്നുണ്ട്. ആ ശരി മോളെ, എന്തായാലും ഞാൻ അവളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കനകയാണെങ്കിലും ഫോൺ വെക്കുന്നുണ്ട്. കനക എന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നന്ദു, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? നീ അനിയെ ആലഞ്ചോട്ടിൽ ചെന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞില്ലേ, അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. നന്ദുവിനാകെ ഒരു പരിഭ്രാന്തി ആകുന്നുണ്ട് കേട്ടോ. ആ ഒരു മാറ്റത്തിൽ തന്നെ കനയ്ക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. നന്ദു ചോദിക്കുന്നുണ്ട്, എന്തുണ്ടാകാനാമേ? അനിയെ ഞാൻ അവിടെ വെച്ച് കണ്ടു. എന്നിട്ട് ഞാൻ അവനെ സ്കൂട്ടറിൽ കയറ്റി ആദർശേട്ടൻ്റെയും നയനച്ചയുടെയും കൂട്ടത്തിൽ കൊണ്ടുപോയി വിട്ടു. അതുമാത്രം ഉണ്ടായുള്ളൂ എന്നിങ്ങനെ കനക പിന്നെയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അത് മാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ, വേറൊന്നും സംഭവിച്ചില്ലേ? ദേ നന്ദൂട്ടാ, എന്നോട് ഇങ്ങനെ കള്ളത്തരം പറയരുത് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അമ്മ എന്താ അമ്മ പറയുന്നത്? വേറെ എന്ത് സംഭവിക്കാനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ അനാമിക അനന്തപുരിയിൽ കാണിച്ചല്ലോ എല്ലാവരെയും എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. നന്ദു ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ സംഭവിച്ചു അമ്മേ? അനി ആ സമയത്ത് വിഷമത്തിൽ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്നുള്ളത് സത്യമാണ്. ഞാനും അവനെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു. അത് വീഡിയോ ആയിട്ട് ആരാ അനാമയ്ക്ക് അയച്ചു കൊടുത്തത്? അതെങ്ങനെ അവളുടെ കയ്യിൽ എത്തിയെന്നൊക്കെ ഇങ്ങനെ നന്ദു ആണെങ്കിലും ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്. സത്യമായിട്ടും എനിക്കതൊന്നും അറിയില്ല അമ്മേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും കനക പറയുന്നുണ്ട്, നയനയാ ഇപ്പം എന്നെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അനാമയ്ക്ക് ആ വീഡിയോ എവിടെ നിന്നോ കിട്ടി. അത് അനന്തപുരിയിൽ എല്ലാവരെയും കാണിച്ച് വലിയൊരു പ്രശ്നം തന്നെ അവിടെ ഉണ്ടാക്കിയെന്നും പറയുന്നുണ്ട്. നിന്റെ ചേച്ചിമാരിപ്പോൾ അവിടെ നിൽക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല മോളെ. എല്ലാവരും ഈ കാര്യം പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്ദു ആണെങ്കിലും ഒന്നും മിണ്ടാതെ കുനിഞ്ഞിന്ന് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. നന്ദു എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അനി എന്നെ ഓർത്താ വിഷമിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ള ഒരു ജീവിതമാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല അമ്മേ. ആ ഒരു നിമിഷത്തിൽ അവൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ അവനിങ്ങനെ ആശങ്കയോടെ നിന്നപ്പം എന്നെ കണ്ട ആ ഒരു സന്തോഷത്തിൽ അവൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചെന്നേ ഉള്ളൂ. ആ സമയത്തും അവന് മനസ്സ് വിഷമിപ്പിക്കുന്ന പോലെ ഓരോന്ന് ഞാൻ പറയണമായിരുന്നോ? അവനെ ഞാൻ മരണത്തിലോട്ട് തള്ളിവിടണമായിരുന്നോ? എന്താ അമ്മേ ഞാൻ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നന്ദു ചോദിക്കുന്നുണ്ട്. അപ്പം കനക പറയുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് എനിക്കറിയാം. ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല നന്ദു. അനി നിന്നിൽ നിന്ന് അകന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അനാമികയുടെയും അവൻ്റെയും ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അനി നിന്നെ വിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിന്റെ വിവാഹം ആദ്യം കഴിയണം. നീ മറ്റൊരാളെ ഭർത്താവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അനി നിന്റെ പുറകെ വരില്ല. അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇനി തീരുമാനിക്കാൻ തന്നെ പോവുകയാണ്. അച്ഛനുമായിട്ട് സംസാരിച്ച ശേഷം ഞങ്ങൾ ഒരു തീരുമാനം ഉടനെ തന്നെ എടുക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. നന്ദു ആണെങ്കിലും പെട്ടെന്ന് പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഒരിക്കലും ഞാൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. എനിക്കിപ്പോൾ ഒരു വിവാഹം വേണ്ട. എനിക്ക് മറ്റൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടം തോന്നിയത് അനിയോട് മാത്രമാണ്. ആ സ്ഥലത്തേക്ക് വേറൊരു പുരുഷനെ ഭർത്താവായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഗോവിന്ദനാണെങ്കിലും ഈ ഒച്ചയും ബഹളവും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? എന്തിനാ കനക ഇങ്ങനെ നടന്ന് ഒച്ചയെടുക്കുന്നത്? എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം കനക ഈ കാര്യങ്ങളൊക്കെ ഗോവിന്ദനോട് പറയുന്നുണ്ട്. ഗോവിന്ദനും പറയുന്നുണ്ട്, കനകെ നീ പറഞ്ഞത് തന്നെയാണ് ശരി. നന്ദുവിനെ ഇനി പെട്ടെന്ന് എന്നെ കെട്ടിച്ചു വിടണം. ഇനിയും നന്ദു വിവാഹം കഴിക്കാതിരിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരാളെ വിവാഹം കഴിക്കുന്നത് തന്നെയാണ് മോളെ നല്ലത്. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു അവസാനമില്ലാതായി പോകും.
നിൻ്റെ 2 ചേച്ചിമാരെ അങ്ങോട്ടേക്കാണ് കെട്ടിച്ചു വിട്ടത്. അതുകൊണ്ട് മോളെയും കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. തന്നെയുമല്ല അതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനും പാടില്ല. മോൾ അച്ഛൻ പറയുന്നത് മനസ്സിലാക്കണം. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയും ഇങ്ങനൊരു തീരുമാനത്തെക്കുറിച്ച് പറയുന്നത്. മോൾ എന്തായാലും ഒരു വിവാഹത്തെക്കുറിച്ച് സമ്മതിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നന്ദു ആണെങ്കിലും ഒന്നും പറയാതെ ദേഷ്യപ്പെട്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിലും അനാമിക വേണുവിനും രേവതിയും വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കിവിടെ ജീവിച്ചു പോകാൻ പറ്റില്ല. ആ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ച് മൊത്തത്തിലൊരു കലഹം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി അധികം നാളൊന്നും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അച്ഛാ. എല്ലാവരും അവനെ കുറ്റപ്പെടുത്തിയെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്യാനും ഇവിടെ ആൾക്കാരുണ്ട്. ആദർശും നയനും ഒക്കെ അവനെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കുന്നത്. അവനെ കുറ്റപ്പെടുത്തി ഞാൻ ഒരുപാട് സമയം സംസാരിച്ചു. എന്തായാലും ഇനി അവനുമായിട്ട് ഒത്തുപോകാനൊന്നും പറ്റില്ല അച്ഛാ. എനിക്ക് ഇനി അധിക കാലമൊന്നും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അവൻ്റെ സ്വത്തുക്കളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ മരിച്ചാലേ പറ്റത്തുള്ളൂ. അവനെ കാണാതായപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് അവൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്നാ. നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്തല്ലേ ആ നന്ദു ആണെങ്കിലും അവനെ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. വേണുവാണെങ്കിലും പറയുന്നുണ്ട്, ശരിയാ മോളെ, ഞാനും ഓർത്തു അവനും എവിടെയെങ്കിലും പോയി തീർന്നെന്ന്. എന്തായാലും മോള് വിഷമിക്കേണ്ട മോളെ. ഈ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാം. ഞങ്ങൾ എന്തായാലും ഉച്ച കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരാം മോളെ. വന്നിട്ട് മൂർത്തിയും ആദർശിനെയൊക്കെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കാം. എന്തെങ്കിലുമൊക്കെ നീക്കുപോക്ക് നമുക്ക് ഉണ്ടാക്കാം. മോള് വിഷമിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മൂർത്തിയും ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് എന്തായാലും ഇനി അവൻ്റെ ജീവിതത്തിൽ നീ വേണമെന്ന് എന്തായാലും പറയില്ലായിരിക്കും. അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു നഷ്ടപരിഹാരം തന്നെ ചോദിക്കാം മോളെ. കോടാനുകോടി സ്വത്തൊക്കെ ഉള്ളവരല്ലേ. അതുകൊണ്ട് നമുക്ക് ന്യായമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം തന്നെ ചോദിക്കാം. അത് മതിയല്ലോ നമുക്ക് ജീവിതകാലം വരെ സുഖമായിട്ട് ജീവിക്കാൻ. അതുകൊണ്ട് ഇനിയും പിടിച്ചു നിന്ന് കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാൻ നിൽക്കേണ്ട. നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമുക്ക് മേടിച്ചെടുക്കാം മോളെ. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ കുറച്ച് എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. എന്തായാലും മൂർത്തിയും ആദർശിനെയൊക്കെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടണമെന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് നമ്മൾ ചോദിക്കുന്ന എന്തും അവർ തരും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിക്ക് മുന്നോട്ട് പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ വേണു, രേവതി, അനാമിയൊക്കെ കൂടിയിട്ട്. അങ്ങനെ നമ്മളൊരു സജഷൻ മുന്നോട്ട് വെച്ചിട്ട് അവർ വേണ്ട രീതിക്ക് അതിനെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവനെ അങ്ങ് തീർത്തേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിയാ അച്ഛാ, എന്തായാലും രണ്ടാമത് പറഞ്ഞ കാര്യമേ നടക്കുകയുള്ളൂ. അവനെ അങ്ങ് തീർക്കണം. എന്നാലേ നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുകയുള്ളൂ. അല്ലാതെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടാലൊന്നും അത്രയും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവനെ അങ്ങ് തീർക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അച്ഛനെന്തായാലും ഒരു കൊട്ടേഷനൊക്കെ റെഡിയാക്കി വെക്കുക. സമയം വരുമ്പോൾ അവനെ അങ്ങ് തീർത്തേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ടാണെങ്കിലും ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ജാനകിയാണെങ്കിലും അനാമിക വേണുവിനോടും രേവതിയോടും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ജാനകിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയാണ്. ഇത്രയും നാളും സ്വന്തം മോളെ പോലെ കരുതിയിരുന്ന അവൾ ഇപ്പോൾ സ്വന്തം മോനെ തന്നെ കൊല്ലാനായിട്ടുള്ള കൊട്ടേഷൻ കൊടുക്കുന്നത് ജാനകി കേൾക്കുകയാണ്. ജാനകിക്കാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട്. ആ സമയത്ത് വിങ്ങ് പൊട്ടിക്കൊണ്ട് തന്നെ ജാനകി അനാമികയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എടി, നീ എന്താടി ഇപ്പോൾ പറഞ്ഞത്? എൻ്റെ മോനെ കൊല്ലാനായിട്ട് നീ കൊട്ടേഷൻ കൊടുക്കുന്നോ? ഇത്രയും നാളും നിന്നെ ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ. എൻ്റെ മോൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. നീയായിരുന്നു അവൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. നിന്നെ ഇനി ഇവിടെ ഞാൻ വാഴിക്കില്ലടി. എല്ലാവരും നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ മനസ്സിലാക്കാതെ പോയല്ലോ. എല്ലാവരും നിന്നെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൻ്റെ കൂടെ തന്നെ നിന്നു. എൻ്റെ മരുമോളെ ആരും കുറ്റം പറയാൻ ഞാൻ സമ്മതിച്ചില്ല. എന്നിട്ടിപ്പോഴോ എൻ്റെ മകനെ തന്നെ ഇല്ലാതാക്കാനല്ലേടി നീ ശ്രമിക്കുന്നത്? സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ഒരു ജീവൻ കളയാൻ പോലും നീയും നിൻ്റെ അച്ഛനും അമ്മയും മടിക്കില്ല. ഇനി എന്തായാലും അനന്തപുരി തറവാട്ടിൽ നീ വേണ്ട. എൻ്റെ മോൻ്റെ ജീവിതം വെച്ചിട്ടാണോടി നീ കളിക്കുന്നത്? നിന്നെ ഞാൻ ഇവിടെ വാഴിക്കില്ലടി. ഇനി ഒരിക്കലും എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാവില്ലാടി. അന്യ പയ്യന്മാരുമായിട്ട് നിനക്കൊരു ചുറ്റിക്കളി ഉണ്ടെന്നൊക്കെ അവൻ വന്ന് പറഞ്ഞപ്പോൾ പോലും ഞാനതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ എൻ്റെ മകനെ കരുവാക്കിക്കൊണ്ട് നിനക്ക് സുഖമായിട്ട് ജീവിക്കാനായിരുന്നു അല്ലേ നിൻ്റെ പ്ലാൻ? അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ എനിക്ക് നിൻ്റെ സ്വഭാവം മനസ്സിലായല്ലോ. ഇനി എന്തായാലും നിന്നെ ഞാൻ ഇവിടെ വെച്ച് ഉറപ്പിക്കില്ലടി. നീ നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ജാനകിയാണെങ്കിലും ദേവയാനിയോടും അതുപോലെ അജയനോടും ജയനോടും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ്. അങ്ങനെ അവരോട് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏട്ടത്തി പറഞ്ഞതൊക്കെയായിരുന്നു ശരി. ഏട്ടത്തി അന്ന് എന്നോട് പറയില്ലായിരുന്നു നീ ഈ പറയുന്നതിനൊക്കെ നീ പശ്ചാത്തപിക്കുമെന്ന്? അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞു പോയതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് ഞാൻ പശ്ചാത്തപിക്കുകയാണ് ഏട്ടത്തി. ഇപ്പോഴാണ് എൻ്റെ മരുമകളുടെ സ്വഭാവം എനിക്ക് ശരിക്കും മനസ്സിലായത്. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് എൻ്റെ മോനെ കൊല്ലം വരെ അവൾ മടിക്കില്ല. അവളുടെ വായിൽ നിന്ന് തന്നെ ഞാനിപ്പോൾ അത് കേട്ടതാണ്. പാവം എൻ്റെ മോൻ. ഇവളുടെ സ്വഭാവം മനസ്സിലായത് കൊണ്ടായിരിക്കണം അവൻ ഇവളിൽ നിന്ന് ഒഴിവായി മാറി മാറി നടന്നത്. അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് എൻ്റെ പൊന്നുമോൻ ഈ വീട്ടിൽ നിന്ന് തന്നെ മാറിപ്പോയി നിന്നത്. അവനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല ഏട്ടത്തി. എന്തായാലും ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അവളെ ഇവിടെ നിർത്താൻ പാടില്ല. ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്യുന്ന ഒരുത്തിയെ ഇനി നമ്മുടെ തറവാട്ടിൽ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ നമുക്ക് അനിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ അനാമികയെ പുറത്താക്കാനായിട്ട് ജാനകിയും തയ്യാറെടുക്കുകയാണ്.
നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അത്